വിലയിരുത്തൽ വരുന്നത്. കിരൺ ബാബുവിലേക്ക് പെട്ടെന്ന് കിരൺ വളരെ പെട്ടെന്ന്, കാര്യം നമുക്കിനി ഏതാണ്ട് ഒരു 15 മിനിറ്റേ ഉള്ളൂ. സ്ട്രോങ് റൂമുകൾ തുറന്നു എന്ന വാർത്തയാണ് വരുന്നത്. സ്ട്രോങ് റൂമുകൾ തുറന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം വോട്ടെണ്ണൽ തുടങ്ങും. കൃത്യം 8 മണിക്ക് തന്നെ ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണാനെടുക്കും. ഉടൻ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലേക്ക് എണ്ണൽ കടക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് 8:15, 8:20 ആദ്യ ഫലസൂചനകൾ എത്തിത്തുടങ്ങും. കർണാടകം അവിടെ BJPക്ക് നിലനിർത്തുവാൻ കഴിയുമോ അതോ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് വേദിയാകുമോ കർണാടകം? ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുതിരക്കച്ചവടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സൂക്ഷ്മത പുലർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഹൈക്കമാൻഡിൽ നിന്ന് KC വേണുഗോപാലും സുർജേവാലയും ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞു. റിസോർട്ട് പൊളിറ്റിക്സിന് ഇനി അവസരം ഉണ്ടാക്കുകയില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതേസമയം തന്നെയാണ് HD കുമാരസ്വാമി ബംഗളൂരുവിൽ കുതിച്ചെത്തിയിരിക്കുന്നത്. മനസ്സ് തുറന്നിട്ടില്ല കുമാരസ്വാമി. ആർക്കൊപ്പം പോകുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആർക്കെങ്കിലും കേവല ഭൂരിപക്ഷം കിട്ടുമോ കർണാടകത്തിൽ എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. കിരൺ മാജിക് ബോളിലേക്ക്. നമ്മൾ നേരത്തെ മൈസൂർ മേഖലയാണ് പറഞ്ഞത്. മൈസൂർ മേഖലയാണ് JDSന്റെ ഏറ്റവും വലിയ സ്വാധീന മേഖല. ഈ മേഖലയിലെ ഒന്നാമത്തെ പാർട്ടി തന്നെ JDS ആണ്. അവിടെ JDSും കോൺഗ്രസും തമ്മിലാണ് പ്രധാന മത്സരം വരുന്നത്. ഇപ്പോൾ BJP കൂടി അവിടെ കടന്നു കയറിയിട്ടുണ്ട്. ഈ തവണയും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതിലാണ്. ഈ ഒക്കലിക വോട്ടിലേക്ക് DK ശിവകുമാർ എന്ന കരുത്തനായ നേതാവ് അവിടുത്തെ കർണാടക PCCയുടെ പ്രസിഡന്റ് ആവുന്നു. അതോടുകൂടി ആ വോട്ട് ബാങ്കിലേക്ക് ദേവഗൌഡയോടാണ് ഒക്കലികയുടെ വോട്ടെന്ന് പറഞ്ഞാൽ അത് JDSന് അപ്പുറത്തേക്ക് ദേവഗൌഡ എന്ന നേതാവിനോടുള്ള ഒരു വലിയ ബന്ധം, അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. നമുക്ക് നേരത്തെ അരുൺ ലക്ഷ്മൺ പറഞ്ഞ നോർത്ത് മുംബൈ കന്നഡ മേഖലയിലേക്ക് കൊടുക്കുന്നത് കിട്ടൂർ കന്നഡ എന്നാണ് ഇപ്പോൾ മുംബൈ കന്നഡ മേഖല അറിയപ്പെടുന്നത്. കിട്ടൂർ കന്നഡയുടെ ഒരു അവസ്ഥ ഇതാണ്. അവിടെ 34 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 19 സീറ്റ്, JDSന് അവിടെ നാമമാത്ര പ്രാധാന്യം മാത്രമാണുള്ളത്. അവർക്ക് 7% സീറ്റും 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇവിടെയാണ് ഇത്തവണ ഒരു വലിയ രീതിയിലുള്ള ഷിഫ്റ്റ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇവിടേക്ക് കടന്നു കയറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. BJPയും കോൺഗ്രസും തമ്മിൽ ഏറ്റവും പ്രധാനമായി ഫൈറ്റ് നടക്കുന്നത് മറ്റ് 2 മേഖലകളാണ്, സെൻട്രൽ കർണാടകയിലും കോസ്റ്റൽ കർണാടക. ഈ സെൻട്രൽ കർണാടക കോസ്റ്റൽ കർണാടക മേഖലയുടെ ചിത്രം എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്. ഇവിടെ മുതൽ ഈ കോസ്റ്റൽ തീരം വരെ വരുന്ന മേഖലയാണ്. ഇവിടെയാണ് BJPയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത്. 32 സീറ്റുകളാണ് ഇവിടെ ലഭിച്ചത്. ഈ സ്ഥലത്ത് കഴിഞ്ഞ തവണ നോക്കിയാൽ അറിയാം 6 എടുത്ത് മാത്രമാണ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനായത്. ഈ ഇവിടെ കാര്യമായ JDSന് വലിയ സ്വാധീനം, സീറ്റിലേക്കുള്ള വോട്ട് ഷെയർ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് സീറ്റ് നേടാൻ തക്ക സ്വാധീനം JDSനില്ല. ഈ ഷെയറിൽ ഇവിടെ എങ്ങനെയാണോ, ഈ കോസ്റ്റൽ കർണാടകയിൽ എങ്ങനെയാണോ, സെൻട്രൽ കർണാടകയിൽ എങ്ങനെയാണ്, ഈ 2 ഭാഗങ്ങളോട് ചേരുന്നിടത്ത് BJPക്ക് ഇത്തവണയും ഇതേ മെജോറിറ്റി പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അവിടെ പക്ഷേ ഒരു പരിധിക്കപ്പുറമുള്ള പ്രതീക്ഷ കോൺഗ്രസും വെച്ചു പുലർത്തുന്നില്ല എന്ന് വേണം കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബംഗളൂരു റീജിയനാണ്. ബംഗളൂരു റീജിയനിലും സമാനമായ രീതിയിൽ തന്നെയാണ് വരുന്നത്. ബംഗളൂരു റീജിയനിലേക്ക് വരുമ്പോൾ ടോട്ടൽ ബംഗളൂരു, സെൻട്രൽ കർണാടക, കോസ്റ്റൽ കർണാടക വരുമ്പോൾ BJPക്ക് 43, കോൺഗ്രസ് 23. ആ റീജിയനിൽ കൂടി ചേരുമ്പോഴാണ് കോൺഗ്രസിന് കുറേ കൂടി ഒരു മത്സരിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് വരാൻ കഴിയുന്നത്. ആ ഒരു മേഖല കൂടി കടമ്പോഴാണ്. മറ്റ് ഒരു മേഖല കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ കല്യാൺ കർണാടകയാണ്. കല്യാൺ കർണാടകയുടെ അവസ്ഥ ഏകദേശം ഈ തരത്തിലാണ്. കല്യാൺ കർണാടകയിൽ കോൺഗ്രസിനാണ് മേൽക്കൈ ഉള്ളത്. BJPക്ക് 16 സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. കോൺഗ്രസ് വ്യക്തമായ ഒരു മേഖലയുള്ളതാണ്. ഇത്തവണയും കല്യാൺ കർണാടകയിലെ ആ ഒരു മേൽക്കൈ അവർക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. ആ തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളതും. ഇതാണ് മാജിക് ബോളിലെ വിവരങ്ങൾ. എന്തായാലും സ്ട്രോങ് റൂം തുറന്നു. അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ തുടങ്ങുകയായി. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ HD കുമാരസ്വാമിയുടെ ചില നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞുവല്ലോ. അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളെ അദ്ദേഹം പരിഹസിക്കുന്നുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് 2 ദേശീയ പാർട്ടികൾ ഭൂരിപക്ഷം നൽകി കഴിഞ്ഞല്ലോ, ചെറിയ പാർട്ടിയായ എനിക്കിനി എന്താ പ്രസക്തി, എനിക്ക് നിങ്ങൾ 12 മുതൽ 30 സീറ്റ് വരെയല്ലേ നൽകുന്നുള്ളൂ എന്നാൽ എന്താണ് കുമാരസ്വാമി ഉദ്ദേശിക്കുന്നത്? BJPക്ക് അദ്ദേഹത്തിന്റെ സഹായം വേണ്ടി വരുമോ? അല്ല പ്രദീപ്, ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ, BJPക്ക് ഭൂരിപക്ഷം കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ BJP വിൽ ബി ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഇൻ അസംബ്ലി, അത് ഉറപ്പാണ്. രണ്ടാമത്തേത്, കുമാരസ്വാമിയുടെ സഹായം വേണോ വേണ്ടയോ എന്നതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷമേ പറയാൻ കഴിയൂ. കഴിഞ്ഞ 2018 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാനാണ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കൂടെ പോകാനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു നിലപാട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ ആശ്രയിക്കാൻ അമിത്ഷാ തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നല്ലോ. അദ്ദേഹത്തിനെ ആശ്രയിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് BJP ചിന്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം വരില്ല എന്നതാണ് BJPയുടെ തന്നെ ഒരു വിലയിരുത്തൽ. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഏതാണ്ട് ഒരു 110 സീറ്റ് കിട്ടാൻ BJPക്ക് ഇന്നത്തെ നിലയ്ക്ക് പ്രയാസമുണ്ടാകില്ല. അത് 119 വരെ പോകാൻ വളരെ എളുപ്പവുമാണ്. ഇതാണ് BJPയുടെ ഒരു ആഭ്യന്തരമായ വിലയിരുത്തൽ. അതുകൊണ്ട് അത്ര ടെൻഷനും ആശങ്കയും ഉണ്ടാവേണ്ട കാര്യം ഇന്നത്തെ നിലയ്ക്ക് ഈ സമയത്ത് BJPക്കില്ല.